കേരളം രാഷ്ട്രീയത്തിൽ ഏറ്റവും മോശമായ സമയത്തിലൂടെയാണ് കടന്നു പോകുന്നത്. മോശമെന്ന് പറഞ്ഞാൽ പണ്ട് കമ്മ്യൂണിസ്റ്റുകാരെ പറ്റി കമ്മ്യൂണിസ്റ്റുകാർക്കെതിരെയുള്ള ആളുകൾ മുഴുവൻ പറയാറുള്ള വാചകവും അവൻ്റെ ആശയത്തോട് വിരോധമുണ്ടെങ്കിൽ പോലും അവനൊരു അഴിമതിക്കാരനല്ല എന്നാണ് പറയാറുള്ളത്. പക്ഷെ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നമ്മൾ പറയുന്നതല്ല, പ്രതിപക്ഷം പറയുന്നതല്ല. പ്രതിപക്ഷം നിയമസഭയിൽ എന്തൊക്കെ ഉന്നയിച്ചോ ആ കാര്യങ്ങളൊക്കെ അൻവർ ഏറ്റു പറയുകയാണ്. ഈ അൻവറിനെ പോലെയുള്ള ആളുകളെ കോൺഗ്രസിനെ അടിക്കാൻ വേണ്ടി ഉപയോഗിച്ച വടിയാണ് തിരിഞ്ഞ് അവർക്ക് തന്നെ എതിരായി വരുന്നത്. നാളെ അദ്ദേഹം UDF വരില്ല എന്നൊന്നും എനിക്ക് പറയാൻ കഴിയില്ല. പക്ഷേ 64 പിളർപ്പ്, ആ പിളർപ്പിൽ 32 ആളുകളാണ് ഇറങ്ങിപ്പോകുന്നത്. CPM ഉണ്ടാക്കി. പിന്നീടുള്ള പിളർപ്പ് എന്ന് പറയുന്നത് 70കളുടെ കാലഘട്ടത്തിൽ നക്സൽ മൂവ്മെന്റ് ആണ്. അതുപോലെ KPR ഗോപാലൻ തുടങ്ങിയുള്ള ആളുകളായിരുന്നു. അത് കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ NER ഇറങ്ങിപ്പോരുകയും CMB ഉണ്ടാക്കുകയും ചെയ്തു. അതിനുശേഷം ഗൗരിയമ്മ 90കളിൽ ഇറങ്ങി. അതിനുശേഷം നമ്മുടെ TP ചന്ദ്രശേഖരൻ പാർട്ടി വിട്ടിറങ്ങി വന്നു. പക്ഷെ ആ സമയത്തൊന്നും തന്നെ അഴിമതി ആരോപണം ആരും ഉന്നയിച്ചിരുന്നില്ല. ആശയപരമായ കാര്യങ്ങളാണ് പറഞ്ഞത്. ഗ്രൂപ്പിസത്തിനെ പറ്റിയിട്ടാണ് പറഞ്ഞത്. പക്ഷേ ഇപ്പൊ അൻവർ പറയുന്നത് ഇവിടെ നിൽക്കുന്ന എൻ്റെ പ്രസംഗം കേൾക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥന്മാരുണ്ടാവും, അതിൽ നല്ല ആളുകളൊക്കെ ഉണ്ടാവാം. പക്ഷേ അദ്ദേഹം പറയുന്നു പോലീസിലെ 80% ആളുകളും ക്രിമിനലുകളുടെ ആളുകളാണ് എന്നാണ്. ഒരു പോലീസിനെ നമ്മളൊക്കെ പേടിക്കുന്ന എന്താ? അവരുടെ കഴിവ് കണ്ടിട്ടല്ല, അവരുടെ നമ്പർ കണ്ടിട്ടല്ല. പക്ഷെ അതൊരു സിസ്റ്റത്തിന്റെ മുകളിലാണ്. നമുക്ക് പോയാൽ സുരക്ഷിതത്വം കിട്ടും എന്നുള്ളതിന്റെ മുകളിലാണ്. അത് കേരള പോലീസിനെ നഷ്ടപ്പെടുത്തിയിരിക്കുന്നു എന്നുള്ളതിൽ യാതൊരു തർക്കവുമില്ല. അത് ഈ ഗവൺമെന്റ് ഉണ്ടാക്കിയ ഗതികേട് കൊണ്ടാണ്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അദ്ദേഹത്തിന്റെ എല്ലാ ബഹുമാനം വെച്ചിട്ട് ഞങ്ങൾ പറയുകയാണ്, ഉളുപ്പ് എന്ന് പറയുന്ന സാധനമുണ്ടെങ്കിൽ രാജിവെച്ച് പോകേണ്ട സമയമാണ്. ഇന്നിപ്പം പത്രസമ്മേളനമുണ്ട് എന്നാണ് കേൾക്കുന്നത്. അദ്ദേഹം രാജിവെക്കുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കാം. അത്രമാത്രമല്ല, രാജിവെച്ചാൽ അത് CMB ഇവിടെ നടത്തിയ ധർണയുടെ അടിസ്ഥാനത്തിലാണെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അങ്ങനെ തന്നെ പറഞ്ഞോളൂ, അതിനൊരു കുഴപ്പമില്ല. ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കെതിരായിട്ട് ചീഞ്ഞ് നാറിയ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കെതിരായി ശക്തിയുള്ള ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി ചെറുതാണെങ്കിലും ഉറക്കെ പറയാൻ ഞങ്ങൾ ഉണ്ട് എന്നുള്ളതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ ധർണ. ആ ധർണയ്ക്ക് എല്ലാ വിജയങ്ങളും നടന്നുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു.